ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. പൊന്നോണത്തെ വരവേൽക്കാനൊരുങ്ങി മലയാളികൾ. നാളെ ഉത്രാടം. ഓണം നൽകുന്നത് പ്രത്യാശയുടെ സന്ദേശമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സംസ്ഥാനത്തെ സ്കൂളുകൾ ഓണാവധിക്കായി ഇന്നടയ്ക്കും. കെ ഫോൺ പദ്ധതി നടത്തിപ്പിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. 2015 നിയമസഭയിലുണ്ടായ സംഘർഷത്തിനിടെ UDF MLA-മാർ തടഞ്ഞുവെച്ചെന്നാരോപിച്ച് LDF വനിതാ MLA-മാർ നൽകിയ കേസ് ഹൈക്കോടതി റദ്ദാക്കി. മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് CBI രജിസ്റ്റർ ചെയ്ത കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചു. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിന് ഇന്ന് കൊൽക്കത്തയിൽ കിക്ക് ഓഫ്. മുംബൈ FCയും മോഹൻ ബഗാനും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. പൊന്നോണത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നാടും നഗരവും. നാളെ ഉത്രാടം. മറ്റന്നാൾ മലയാളിയുടെ പ്രിയപ്പെട്ട തിരുവോണം. വയനാട് ദുരന്തമേൽപ്പിച്ച ആഘാതത്തിനിടയിലാണ് ഇത്തവണ ഓണമെത്തുന്നത്. എങ്കിലും അത്തപ്പൂക്കളമിട്ടും സദ്യവട്ടത്തിനായുള്ള ഒരുക്കങ്ങൾ നടത്തിയും മലയാളികൾ ഓണത്തിനായി ഒരുങ്ങുന്നു. അവസാനവട്ട ഒരുക്കത്തിനുള്ള ഉത്രാടപ്പാച്ചിലാണ് നാളെ. ഓണപരീക്ഷകൾ ഇന്ന് പൂർത്തിയാകുന്നതോടെ ആഘോഷങ്ങളിൽ കുട്ടികളും സജീവമാകും. ഓണവിപണി സജീവമായതോടെ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ റോഡുകളിൽ തിരക്കേറി. ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് ഓണാശംസകൾ നേർന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഓണത്തിന്റെ പ്രാധാന്യം ആഘോഷത്തിന്റെ പക്കിറ്റിൽ അല്ല, അതു നൽകുന്ന പ്രത്യാശയുടെ സന്ദേശത്തിൽ ആണ്. ഐതിഹ്യത്തിലെ സമത്വസുന്ദര കാലത്തിന്റെ ഓർമ്മ ഓണത്തിലൂടെ നാം പുതുക്കുമ്പോൾ അത്തരം ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ നമുക്ക് പ്രചോദനം ആക്കുന്നു. സംസ്ഥാനത്തെ സ്കൂളുകൾ ഓണാവധിക്കായി ഇന്നടയ്ക്കും. ഓണപരീക്ഷ ഇന്നലെ അവസാനിച്ചു. ഓണാഘോഷത്തോടെയാകും സ്കൂളുകൾ അടയ്ക്കുക. ഈ മാസം 23-ന് സ്കൂൾ തുറക്കും. തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലെ സ്കൂളുകൾക്ക് തിങ്കളാഴ്ച അവധിയായിരുന്നതിനാൽ പരീക്ഷ നടന്നിരുന്നില്ല. മാറ്റിവെച്ച പരീക്ഷ ഇന്ന് നടക്കും. ഈ സ്കൂളുകളിൽ അവധിക്ക് ശേഷമാകും ഓണാഘോഷം. കെ ഫോണുമായി ബന്ധപ്പെട്ട് അഴിമതി നടന്നിട്ടുണ്ടെന്നും CBI അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. മാനദണ്ഡങ്ങൾ പാലിച്ചാണ് പദ്ധതിയുമായി മുന്നോട്ടു പോയതെന്നും അഴിമതി കണ്ടെത്താനായില്ലെന്നുമുള്ള സംസ്ഥാന സർക്കാരിന്റെ വാദം ജസ്റ്റിസ് AK ജയശങ്കർ നമ്പ്യാർ, ജസ്റ്റിസ് VM ശ്യാംകുമാർ എന്നിവർ അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചു. ഈ ഘട്ടത്തിൽ CBI അന്വേഷണത്തിന് ഉത്തരവിടാനാകില്ലെന്നും ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. 2015 നിയമസഭയിലുണ്ടായ സംഘർഷത്തിനിടെ അന്നത്തെ UDF MLA-മാർ തടഞ്ഞുവെച്ചുവെന്നാരോപിച്ച് LDFന്റെ മുൻ വനിതാ MLA-മാർ നൽകിയ പരാതിയിൽ കേസെടുത്ത തിരുവനന്തപുരം കോടതിയുടെ നടപടി ഹൈക്കോടതി റദ്ദാക്കി. KK ലതിക, ജമീല പ്രകാശം എന്നിവർ സമർപ്പിച്ച പരാതിയിലാണ് കേസെടുത്തത്. തിരുവനന്തപുരം കോടതി നടപടിക്കെതിരെ MA വാഹിദ്, K ശിവദാസൻ, ഡൊമിനിക് പ്രസന്റേഷൻ എന്നിവർ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതി നടപടി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലായ MSC ക്ലോഡ് ജിറാഡറ്റ് ഇന്നെത്തും. ഉച്ചയ്ക്ക് 2 മണിയോടെ കപ്പൽ ബർത്തിലേക്ക് അടുപ്പിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. 399 മീറ്റർ നീളവും 61.5 മീറ്റർ വീതിയുമുള്ള ക്ലോഡ് ജിറാർഡറ്റ് 24,116 കണ്ടെയ്നറുകൾ വഹിക്കാൻ ശേഷിയുള്ളതാണ്. ക്ലോഡ് ഇന്ത്യയിൽ ആദ്യമായാണ് എത്തുന്നത്. കൊളംബോ തുറമുഖത്തെടുക്കുന്ന വലിയ കപ്പലുകളായ എവറൈസ്, എവർ എല്ലോട്ട്, ഇപ്പോൾ തുറമുഖത്ത് തുടരുന്ന MSC കെയ്ലി തുടങ്ങിയവയേക്കാൾ ജിറാർഡറ്റിന് ശേഷി കൂടുതലാണ്. ക്ലോഡിന്റെ ആഴം 16.7 മീറ്ററാണ്. കെയ്ലി തുറമുഖം വിട്ട ശേഷമാകും ക്ലോഡ് ബെർത്തിലേക്ക് അടുപ്പിക്കുക. 600 മീറ്റർ പൂർത്തിയായ തുറമുഖ ബെർത്തിലാണ് കപ്പലെടുക്കുന്നത്. സംഘപരിവാർ ആദർശങ്ങളിലേക്കും പ്രസ്ഥാനങ്ങളിലേക്കും വഴികാട്ടിയായത് PP മുകുന്ദനാണെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കണ്ണൂരിന്റെ സംഘർഷ രാഷ്ട്രീയ സാഹചര്യത്തിൽ സമാധാനത്തിന്റെ വലിയ സാധ്യത തേടാനും എല്ലാവരെയും ഒരുമിപ്പിച്ചു കൊണ്ടുപോകാനും അദ്ദേഹത്തിന് സാധിച്ചുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കണ്ണൂരിൽ PP മുകുന്ദൻ അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. PP മുകുന്ദന്റെ പേരിൽ എൻഡോവ്മെന്റ് നൽകാൻ 2.5 ലക്ഷം രൂപ അദ്ദേഹം വാഗ്ദാനം ചെയ്തു. BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് CBI രജിസ്റ്റർ ചെയ്ത കേസിൽ ഡൽഹി മുഖ്യമന്ത്രിയും AAP ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാളിന് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചു.
10 ലക്ഷം രൂപ ബോണ്ടിന്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യം അനുവദിച്ചത്. കേസുമായി ബന്ധപ്പെട്ട് പൊതുവേദിയിൽ അരവിന്ദ് കെജ്രിവാൾ അഭിപ്രായ പ്രകടനം നടത്താൻ പാടില്ലെന്ന് കോടതി നിർദ്ദേശിച്ചു. അന്തരിച്ച മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും സിപിഐഎം ജനറൽ സെക്രട്ടറിയുമായ സീതാറാം യെച്ചൂരിയുടെ ഭൌതിക ശരീരം നാളെ ഡൽഹി AKG ഭവനിൽ പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് മൃതദേഹം വൈദ്യശാസ്ത്ര പഠനത്തിനായി ഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന് കൈമാറും. എയിംസിൽ സൂക്ഷിക്കുന്ന മൃതദേഹം ഇന്ന് വൈകിട്ട് 6 മണിക്ക് വസന്ത് കുഞ്ചിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും. സംസ്ഥാനത്ത് സിപിഐഎം 3 ദിവസത്തെ ദുഃഖമാചരിക്കും. കോഴിക്കോട് ജില്ലയിൽ വിവിധയിടങ്ങളിൽ മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശം നൽകി. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. കോഴിക്കോട് ചങ്ങരോത്ത് ഗ്രാമപഞ്ചായത്തിലെ വടക്കുംപാട് സ്കൂളിൽ 50-ലേറെ പേർക്ക് മഞ്ഞപ്പിത്ത രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. സ്കൂളിലെ ജലസ്രോതസ്സിൽ നിന്നും സാമ്പിളുകൾ പരിശോധന കഴിച്ചെങ്കിലും ഫലം നെഗറ്റീവായിരുന്നു. സമീപത്തെ കടകൾ പരിശോധന നടത്തി. 3 കടകൾ താൽക്കാലികമായി അടച്ചിടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വീടുകളിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ആരംഭിച്ചു. വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ സ്ക്രീനിംഗും നടത്തി. പ്രദേശത്ത് അവലോകന യോഗവും നടന്നു. കോഴിക്കോട് കൊമ്മേരിയിൽ 50-ലേറെ പേർക്ക് മഞ്ഞപ്പിത്ത രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. നിലവിൽ ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പ്രദേശത്തിൽ വീട് കയറിയുള്ള സർവേയും മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ക്ലോറിനേഷനും സംഘടിപ്പിച്ചു വരികയാണ്. മലപ്പുറത്ത് പ്രായപൂർത്തിയാകാത്ത 2 ആദിവാസി കുട്ടികളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. 17-കാരനും 15 വയസ്സുകാരിയുമാണ് മരിച്ചത്. കൽക്കുളം തീക്കടി നഗറിലെ വീട്ടിനകത്ത് ഒരു കയർ കൂട്ടിക്കെട്ടി തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹങ്ങളെന്ന് പോലീസ് അറിയിച്ചു. കൊല്ലം ഓയൂരിലെ ഓട്ടുമലയിൽ നിന്ന് 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ 2ാം പ്രതി അനിതകുമാരിക്ക് കോടതി ജാമ്യം അനുവദിച്ചു. കേസിൽ തുടരന്വേഷണത്തിനും കൊല്ലം ഫസ്റ്റ് ക്ലാസ് അഡീഷണൽ സെഷൻസ് കോടതി ഉത്തരവിട്ടു. ഓണം കന്നിമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5-ന് തുറക്കും. ഇത്തവണ ഭക്തർക്ക് 9 ദിവസം ദർശനം നടത്താം. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. ഇന്ന് വൈകിട്ട് 5-ന് തന്ത്രി കണ്ഠരര് രാജീവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി PN മഹേഷ് നട തുറന്ന് ദീപങ്ങൾ തെളിക്കും. ഇന്ന് മറ്റു പൂജകൾ ഉണ്ടാവില്ല. തിരുവോണ പൂജകൾ 15-ന് നടക്കും. ഓണത്തോടനുബന്ധിച്ച് ഉത്രാടനാളായ നാളെ മേൽശാന്തിയുടെയും തിരുവോണത്തിന് ദേവസ്വം ജീവനക്കാരുടെയും അവിട്ടം നാളിൽ പോലീസിന്റെയും വകയായി സന്നിധാനത്ത് ഓണസദ്യയും നടക്കും. ഓണം കന്നിമാസ പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 21-ന് രാത്രി 10-ന് നടയടയ്ക്കും. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിന് ഇന്ന് കിക്ക് ഓഫ്. നിലവിലെ ജേതാക്കളായ മുംബൈ FCയും ഷീൽഡ് വിന്നേഴ്സായ മോഹൻ ബഗാനും തമ്മിലാണ് ആദ്യ മത്സരം. കൊൽക്കത്ത സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ ഇന്ന് രാത്രി 7:30-ക്കാണ് മത്സരം. ഞായറാഴ്ച പഞ്ചാബ് FCയുമായാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം. കേരള സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് കണ്ണൂർ വാരിയേഴ്സ് FC കൊച്ചി ഫോഴ്സ് FCയെ നേരിടും. കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ രാത്രി 7:30-ക്കാണ് മത്സരം. കോട്ടയം കുമാരനല്ലൂർ ദേവീക്ഷേത്രത്തിൽ ഉത്രാടം നിറ നാളെ നടക്കും. പ്രഭാത പൂജയെ തുടർന്ന് രാവിലെ 8-നാണ് ഉത്രാടം നിറ. ഓണാഘോഷത്തിന്റെ ഭാഗമായി കൊല്ലം പടിഞ്ഞാറേ കല്ലടയിലെ കടപുഴയിൽ നവോദയ ഗ്രന്ഥശാല സംഘടിപ്പിച്ച കരടികളി മത്സരം നാടിന് ആവേശമായി. കരടികളിക്ക് പേരുകേട്ട അരിനല്ലൂർ, പന്മന തുടങ്ങിയ ദേശങ്ങളിൽ നിന്നുള്ള കരടികളി സംഘങ്ങൾ മത്സരത്തിൽ പങ്കെടുത്തു. കവി കുരീപ്പുഴ ശ്രീകുമാർ, പടിഞ്ഞാറേ കല്ലട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ കരടികളി സംഘങ്ങളെയും കലാകാരന്മാരെയും ആദരിച്ചു. സംസ്ഥാനത്ത് അടുത്ത 7 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഗോപുരവാതിലുകൾ ഒന്നൊന്നായി കടന്ന് സൂര്യൻ മറയുന്ന വിഷുവം പ്രതിഭാസം ഈ മാസം 23-ന് ദൃശ്യമാകും. ഈ ദിവസം രാത്രിയുടെയും പകലിന്റെയും ദൈർഘ്യം തുല്യമായിരിക്കും. തീവ്ര ഹൃദയാഘാതത്തെ തുടർന്ന് ഹൃദയഭിത്തിയിലുണ്ടായ വിള്ളൽ പരിഹരിക്കാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ വിജയകരം. കന്യാകുമാരി മടിച്ചുൽ സ്വദേശിയായ 66-കാരനാണ് ചികിത്സ ലഭ്യമാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. പൊന്നോണത്തെ വരവേൽക്കാനൊരുങ്ങി മലയാളികൾ. നാളെ ഉത്രാടം. ഓണം നൽകുന്നത് പ്രത്യാശയുടെ സന്ദേശമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സംസ്ഥാനത്തെ സ്കൂളുകൾ ഓണാവധിക്കായി ഇന്നടയ്ക്കും. കെ-ഫോൺ പദ്ധതി നടത്തിപ്പിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. 2015-ൽ നിയമസഭയിലുണ്ടായ സംഘർഷത്തിനിടെ UDF MLA-മാർ തടഞ്ഞുവെച്ചെന്നാരോപിച്ച് LDF വനിതാ MLA-മാർ നൽകിയ കേസ് ഹൈക്കോടതി റദ്ദാക്കി. മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് CBI രജിസ്റ്റർ ചെയ്ത കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചു. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിന് ഇന്ന് കൊൽക്കത്തയിൽ കിക്ക് ഓഫ്. മുംബൈ FCയും മോഹൻ ബഗാനും ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.